നീറ്റ് പുനഃപരീക്ഷയിൽ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരിക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് കത്ത്. പരീക്ഷാർത്ഥികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നു. അതേസമയം CBSE പരാതികളിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് മുഖ്യമന്ത്രി VD സതീശൻ കത്തയച്ചിട്ടുണ്ട്. വീഴ്ചകൾ പരിശോധിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഒപ്പം റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചേരുകയാണ്. ആദ്യം അച്യുതനിലേക്ക്. അച്യുതൻ, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ വാർത്ത. അതിൽ ഇപ്പോൾ കൃത്യമായ രീതിയിൽ സുഗമമായ പരീക്ഷകൾ നടത്തണം എന്ന നിർദ്ദേശം നൽകിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കത്തുകൾ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അതിൽ? പ്രജിൻ, ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നാണ് ഈ മാസം ആദ്യം നടത്തിയ നീറ്റ് പരീക്ഷ റദ്ദാക്കുകയും പുനഃപരീക്ഷ അടുത്ത മാസം 21-ന് തീരുമാനിച്ചുകൊണ്ട് NTA പുതിയൊരു പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ ഇതിനോടകം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഈ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ യോഗം ചേർന്ന് വിലയിരുത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഒരു കത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അയച്ചിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് സംസ്ഥാനങ്ങൾ ഉറപ്പാക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഈ കത്തിലുള്ള ഒരു ഉള്ളടക്കം. ഒപ്പം തന്നെ പരീക്ഷാർത്ഥികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രാലയം ഈ ഒരു കത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകളുടെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്നും ചേർന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അച്യുതൻ നൽകിയത്. ഇപ്പോൾ റിനു ശ്രീധറിലേക്ക് പോകുന്നു. റിനു, ഈ നിലവിൽ CBSE 12ാം ക്ലാസ് പരീക്ഷാർത്ഥികൾ അവരുടെ ചില ആശങ്കകളുണ്ട്, വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പുനർമൂല്യനിർണ്ണയത്തിലെ പരാതികളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഒരു കത്ത് അയച്ചിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്. എന്തൊക്കെ കത്തിൽ പറയുന്നു? പ്രജിൻ, CBSE +2 2025-26 അധ്യയന വർഷം ആ പരീക്ഷാ ഫലവും പുനർമൂല്യനിർണ്ണയ നടപടികളും സംബന്ധിച്ച് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയിരിക്കുന്നത്. 26 മെയ് 13-ന് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്ക് ലഭിച്ചതായി നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം പരാതിപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് നടന്ന പുനർമൂല്യനിർണ്ണയത്തിലും നടപടികളിലും ഗുരുതരമായിട്ടുള്ള സാങ്കേതിക ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയത്. വെബ്സൈറ്റ് തകരാറുകൾ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ പിഴവുകൾ, ഫീസ് അടയ്ക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ, അപേക്ഷാ സ്ഥിരീകരണത്തിലെ വൈകിപ്പിക്കൽ ഒക്കെ ഇതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കത്തിൽ പറയപ്പെടുന്നത്. എന്തായാലും ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളോ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കും മതിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളോ നൽകാതെയാണ് ഈ OSM, അതായത് ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം നടപ്പിലാക്കിയതെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി VD സതീശൻ കത്ത് നൽകിയത്. പ്രജിത്, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്തും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.